അപ്പോൾ ഞങ്ങൾ ഡൽഹിയിലെത്തിയിട്ട് ഇന്നലെ ഞാൻ ഇവിടെ റൂം ഇട്ടിയത് വണ്ടി രണ്ടും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ലഗേജ് നടക്കില്ല, കാരണം ഏറ്റവും മുകളിലത്തെ നിലയിൽ റൂമുണ്ട് അതിന്. അവർക്ക് ഇതൊന്നും താങ്ങിക്കൊണ്ടുപോലും നടക്കില്ല. അപ്പോൾ ഇവിടെ സേഫാണ് പറയുമ്പോൾ ഇവിടെ സേഫായി പാർക്ക് ചെയ്തതിന്. ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഇന്ന് അതൊക്കെ പരിപാടി വെച്ചാൽ നമ്മളെ വണ്ടിൻ്റെ ടയറല്ലേ, ടയർ നമ്മൾ ഓഫ് റോഡിക്ക് വേണ്ടിയിട്ട് ഇട്ട ടയറിന് രണ്ടും മാറി തിരിച്ച് കയറ്റണം. കാരണം നമ്മൾ ഡൽഹിയിലെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ് നമ്മൾ ടയർ കൊടുന്തച്ചിന്. അത് പഴയ ടയർ ഓൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇനി ആ ടയർ ഇട്ടിട്ട് ഈ ടയറും ഇതിലുള്ള അത്യാവശ്യം ആവശ്യമില്ലാത്ത ലഗേജൊക്കെ നാട്ടിലേക്ക് പാർസൽ ചെയ്യണം. ഇതിങ്ങനെ കനം കൊണ്ട് നടക്കേണ്ടത് വെറുതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ലോഡായിട്ട് ചെരിച്ചാലും വേണ്ടി പാർക്ക് ചെയ്യാൻ, അതേപോലെ പോകാനൊക്കെ നല്ല വെയിറ്റ് ഉണ്ടായി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ കേട്ടോ. രാവിലെ 8 മണിവരെ ഉള്ളൂ. ഇവിടെയൊക്കെ ഓണറിനെ ഉള്ളു സംഭവം. അങ്ങനെ ഞാൻ ഒരു ചായ കുടിച്ചാൽ വേണ്ടി ഇറങ്ങി. ഇന്നലെ വന്നപ്പോൾ വെള്ളമൊന്നും കിട്ടിയില്ല, ആകെ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിന്, അതാണ് കഴിഞ്ഞു. നമ്മളിവിടുത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഏരിയയാണിത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നുണ്ട്, എല്ലാവരും പണിക്ക് പോകുന്നുണ്ട്, കടകളൊക്കെ ഓപ്പൺ ആയി ഇങ്ങനെ വരുന്ന ടൈം കേട്ടോ. നമ്മൾ ഒരു ചെറിയൊരു ഗല്ലി മാതിരിയാണ് അതിനുള്ളിൽ. ചായക്കട മാത്രം കണ്ടില്ല. ചായ എല്ലാം ശ്രദ്ധിക്കാതായാലും നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി. ഇനി നേരെ ടയർ മാറ്റുന്ന പരിപാടിക്ക് കിടക്കട്ടോ. ടയർ മാറ്റാൻ നമ്മൾ ഫായ്സിൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ ടയറുണ്ട്, അപ്പോൾ അവിടേക്ക് നേരെ പോകാട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ. ഈ റൂം ഓർമ്മയുണ്ടെങ്കിൽ ലെനിൻ ബ്രോൻ്റെ റൂമാണ്. നമ്മളൊരു മാസം മുമ്പ് ഇവിടുന്ന് പോയതാട്ടോ. നമ്മൾ ആ ടയർ റിട്ടേൺ കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലെനിൻ ബ്രോ ക്ലാസ്സിന് പോയതാണ്. ടയർ അവിടെ പുറത്തുണ്ടായിരുന്നു. നമ്മൾ എടുത്തുകൊണ്ടിട്ടെ, എന്നിട്ട് മാറ്റണം, പണികളുണ്ട്. ഇപ്പം മേലെ പോയി നോക്കട്ടെ ടയർ എടുക്കാൻ. അവിടെ പുറത്ത് വെച്ചിരുന്നു പറഞ്ഞു. റൂം ക്ലാസ് ആട്ടോ, പക്ഷെ സാധനം അവിടെ അവൻ പോയിന്, ക്ലാസ്സിന് പോയിന്. ഈ 2 ടയർ നമുക്ക് മാറ്റാം. ഒരു സ്കൂള് വിട്ടിക്കണുണ്ട് രാവിലെ തന്നെ. എത്ര 9:10 ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് സ്കൂളൊക്കെ വിട്ടത് കുട്ടികൾ പോകണം. അതായത് നമുക്ക് ടയർ മാറ്റാൻ പോകട്ടോ അവിടെ. ഗായ്സ് നമ്മളെ കടയിലെത്തിട്ടോ. നമ്മൾ നാളെ ടയർ മാറ്റിയ കടല്ലേ അവിടെയാണ്. നമ്മൾ വീണ്ടും ടയർ കൊണ്ട് ഇവിടെ എത്തിയാണ്. ഇനി ടയർ തിരിച്ചിടണം. ഇത് ഓഫ് റോഡ് ടയർ ആണെങ്കിൽ നമുക്ക് റോഡിൽ കൂടെ പോകാം. ലഗേജ് ഫുൾ ഇറക്കിട്ടോ. കുറച്ചുകൂടെ കയറ്റി ടയർ അയച്ചു കൊടുക്കുന്നു, ടയർ സ്വാപ്പ് ചെയ്യുന്നു. ചായ കുടിച്ചാൻ പോവാ. കാരണം ഫ്രണ്ട് ടയർ മാറ്റി രാവിലെ വെച്ചിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ നേരെ പോകുന്നതാണ്, സമയമല്ല. ടയർ കണ്ടു കഴിഞ്ഞു. ബസ് ഇവിടെ പണിയാക്കണം, കംപ്ലൈന്റ് അയക്കണം. ബൈക്കുമൊക്കെ ചോട്ടിക്കറി സൈഡായി കിടക്കുന്നു. ഇവിടെ ചായ അടിച്ചാൻ പോവാണ്. അപ്പൊ കണ്ട ഡൽഹി പറഞ്ഞ വേറെ ലെവലാട്ടോ. ഭയങ്കര പൊല്യൂഷനാണ്. മറുപടി സാധനം ഊരാത്ത ഫുള്ള് പൊടിയും റൊട്ടി എടുക്കുക. റൊട്ടിയും രാജ്മന്റെ ഇതിലൊക്കെ എടുക്കാം. രാജ്മ ഇതോ എടുക്കാം അല്ലേ. സിറ്റികൾ പോകലൂര്. ഓഹോ രാജ്മ ഇതാ പിന്നെ ചപ്പാത്തി അറിഞ്ഞ് ഇതൊക്കെ കിട്ടിയാണ്. സംഭവം നൈസാട്ടോ. റേറ്റ് കട സ്പെഷ്യാലിറ്റി കേട്ടോ. ക്വാളിറ്റി ഉള്ള ചായ എന്നൊക്കെ പറഞ്ഞു. ചായ കുടിച്ചോ, ക്വാളിറ്റി ഉണ്ടോ. ഇപ്പൊ കൂടുതലുണ്ട്, എന്താ മനസ്സിലാവില്ല അല്ലേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. സെയിം പ്രശ്നം കേട്ടോ. ഒന്ന് നമ്മൾ മാറ്റി, ഫ്രണ്ട് അവിടെ പഴയത് മാറ്റിച്ച് ബാക്ക് മാറ്റാനുള്ള മാറ്റിക്കൊണ്ടിരിക്കുന്നത്. 2 ടയർ മാറ്റുന്നു. നീ പഴയ ടയർ ഉണ്ടല്ലോ, ഇത് 2 നമ്മളിങ്ങനെ നേരെ നാട്ടിൽ കൂടുതൽ വെക്കും. കുറേ സാധനം വെക്കാണ്ട്. ഇവിടെ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ കുറേ കഴിയുന്നു. അങ്ങനെ വണ്ടിന്റെ പരിപാടി കഴിഞ്ഞ് ഇവിടെ ഇറക്കിട്ടോ. സമയം 1 മണി ആയിക്കുന്നു. പോസ്റ്റ് ഓഫീസ് എന്താ അവസ്ഥ അറിയില്ല. ഏതായാലും ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് പോയേക്കട്ടെ. ഇവിടെ ഇറങ്ങി നേരെ പോസ്റ്റ് ഓഫീസ് പോകുന്നു. കൊറിയർ അയക്കുന്നു. കെട്ടിയൊക്കെ മാറുപ്പിന്റെ കെട്ടി വിടാനുള്ള നാട്ടിലേക്ക് നമ്മൾ ഇവിടെ എത്തിട്ടോ. പോസ്റ്റ് ഓഫീസിൽ എത്തി. പക്ഷേ വേറെ പ്രശ്നമുണ്ട്. 5 കിലോന് മേലെ പോകില്ല. 5 കിലോനെ ഇവിടെ ഇതിൽ പോകുള്ളൂ പറഞ്ഞാൽ വേറെ പോസ്റ്റ് ഓഫീസ് പോകാം. സംഭവത്തിൽ ഈ പോസ്റ്റ് ഓഫീസ് പറഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലാട്ടോ. ഇത് ഇവരെ ഇതിനുള്ള പോസ്റ്റ് ഓഫീസാണ്. വലിയ പോസ്റ്റ് ഓഫീസ്. വേറെ എന്താ ലൊക്കേഷനൊക്കെ ഒന്നുമില്ല. ഇതിന്റെ പേപ്പറൊക്കെ എന്നിട്ട് പോയേക്കട്ടോ. ഒന്ന് അയക്കും. രാത്രി 8 മണി വരെയൊക്കെ ഉണ്ടാവും പറയണം. ഇതുകൊണ്ട് കുഴങ്ങിട്ട് അമ്പലത്തില് ഒരുപാട് ഇതുകൊണ്ട് ഇങ്ങനെ നടക്കണേ. ആ പോസ്റ്റ് ഓഫീസിൽ കയറി വന്നത് അവിടെ എത്തിന്. ഇവിടെ ചോദിച്ചോട്ടെ. ഇത് അത്യാവശ്യം ലോഡുണ്ട്. ഇവിടെ കൂടി കിട്ടിയില്ലെങ്കിൽ ആകെ മോശം കിട്ടുന്നത്. ഇവിടെ സെറ്റാട്ടോ. ഇവിടെ സെറ്റാണ്. നമുക്ക് മാക്സിമം 20 കിലോന് അയക്കാം. നോക്കാം. 3 പെട്ടി ഉണ്ട്. ഏതായാലും ഉള്ളിനനുസരിച്ച് കൊറിയർ അയക്കുന്നു. 46-48 റുപ്യ റേഞ്ചിലൊക്കെയാണ് കിലോന് വരുന്നത്. ഉള്ളത് ഒഴിവാക്കി കിട്ടിയ സമാധാനം പോകാലോ.
ഇനി കുറച്ച് പണി കേട്ടോ, ഇതൊന്ന് പാക്ക് ആക്കട്ടെ. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഡൽഹി തെരുവുകളിൽ ഇരുന്ന് പാക്ക് ചെയ്യുന്നല്ലേ ഞങ്ങൾ? റൂമിലൊന്നുമില്ല. നേരതാ പോസ്റ്റ് ഓഫീസ്, അവിടുന്ന് കൊറിയർ അയക്കുക, ബാക്കി സാധനം കൊണ്ട് പോവുക, അതാണ് പരിപാടി. ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തോണ്ട് കേട്ടോ. വല്ലാത്ത ട്രിപ്പും ഇന്ന് കുറേ നടന്നതാണ്. ഇപ്പൊ തന്നെ 2-3 കഴിഞ്ഞു. പോയിച്ചിട്ട് നിൽക്കാനോ പറ്റാ, പെരും ചൂട്. നമ്മൾ തണുപ്പെന്ന് വന്നിട്ടേ തീരെ താങ്ങുന്നുണ്ട് ബോഡി, ഭയങ്കര കത്തിയായിരുന്നു. ഒരു പെട്ടി ഫുള്ളായിട്ടോ, 20 കിലോന്റെ ഒരു പെട്ടി അവിടെ സെറ്റ് ആക്കി. ഗൾഫ് കോണിഞ്ഞാറ് സെറ്റപ്പിലെ പാക്കിങ്. രണ്ടാമത്തേത് അവിടെ പാക്ക് ചെയ്തോണ്ട് കേട്ടോ. വോയിസ് കണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ വരുന്നതാണ് പരിപാടി എടുക്കുന്നത്. ടൗണിൽ ഇങ്ങനെ ഇരുന്നാണ്ട് എൻ്റെ എത്ര പറയാ, ഇവര് കച്ചവടം ചെയ്യണ മാരാ വൈക്കിലിട്ടിട്ട് ഫുള്ള് പരിപാടി. ആപ്പിൾ വെട്ടിലാട്ടോ, അത് ആപ്പിളാന്ന് വിചാരിക്കരുത് ആരും. ആപ്പിളല്ല, ഞങ്ങളുടെ രസമാണ്. 2 വണ്ടി കാല് വെക്കാറുണ്ട്, പക്ഷെ കാല് ആവണില്ല. എത്തായിരിക്കും പിന്നെയും വണ്ടിമോ തനക്കാനം തന്നെ. ഈ ടയറ് പണിയായിട്ടോ ഗൈസ്. നമ്മളെ 2 പെട്ടിയും പോയി, പക്ഷെ ടയറ് ഫുള്ള് റാപ്പ് ചെയ്യാണ്ട് പോകില്ലെന്ന് പറഞ്ഞു. അങ്ങനെ റാപ്പിന്റെ സാധനം തപ്പിപ്പോയതാണ്. സമയമാണെങ്കിൽ 4 മണി, 3 മണി വരെ ഇവിടെ ഇതുള്ളൂ. നമ്മളെ ബോക്സോല് കിട്ടുന്നു, ബട്ട് ഇത് ചൊറയാണ് ഗൈസ്. എന്താ റാപ്പ് കിട്ടിയില്ലെങ്കിൽ ഇത് പേച്ച് കൊണ്ടിരിക്കേണ്ട അവസ്ഥ. നോക്കാം പട്ടി പഠിപ്പിച്ച പോണ്ട്. ഈ ടയർ എങ്ങനെയായാലും കൊണ്ടേക്കൂല. ടയർ 22 കിലോ ഉള്ളതുകൊണ്ട് സാധനം പോണില്ല. അപ്പൊ വേറെ പുറത്ത് ആളെ വിളിച്ചോണ്ട് പിക്കപ്പ് ചെയ്യുന്ന കോലത്തിലാണിത്. ഇത് നമ്മ DTDC ആണ്. DTDC-യിലാണത് 55 രൂപ ആക്കി തരാറ്. നോക്കാം 22 കിലോമീറ്റർ പോവുകയാണ് ഗായ്സ് നമ്മളെ ടയറെ കൊണ്ട്. ഇത് ഇവിടെ ഞാൻ കമ്പനിക്ക് പോകണം, ഇറങ്ങി അവിടെ കുത്തിറക്കും. 800 മൂട്ടൊക്കെ കയറിക്കണോ അവിടെ മടിക്കച്ചല ബുക്കും. ആ ഓക്കെ ഓക്കെ, ഞാൻ പിടിച്ചോ, അവനെ തോളെ ചുടിച്ചോ, ഒരു വെച്ചോണ്ട് വെച്ച് ഒരു ടാറ്റാ. ഇവിടെ ഓക്കെ, ഇതിപ്പോ മുമ്പ് മാക്കുമ്പോ ചക്കനായ്മ കയറി കുത്തണ താനൊക്കെ കയറ്റി വിട്ടു. ഞാൻ കൂടി കയറ്റിയ സംഗതി തീരുട്ടോ. സമയത്തേടാ സമയം ഇന്നത്തെ നേരം 5:30 മണി. രാവിലെ 10-11 മണിക്ക് വന്നതാണ് പോസ്റ്റ് ഓഫീസിക്ക്. ഇവിടുന്ന് പോയിട്ടില്ല. എത്ര നേരം വണ്ടിമത്തെ ലഗേജ് കുറഞ്ഞു കൊണ്ടാല് അറബിന് വണ്ടിക്ക് അതേമാതിരി. എത്ര കൊടുത്തു നമ്മള്? 20, 40 അല്ല, മൂന്നാമത്തെ വെട്ടി 50 കിലോന് മേലെ. 63 കിലോ 53 കിലോ സാധനം പോയിക്കണ്. അറിയണ്ടോ വണ്ടി വല്ലതും? വല്ലാതെ അത് ഉച്ചക്ക് ഫുഡ് കഴിക്കാത്തോണ്ട് ഹൈവേയിലുള്ള ഒരു ഹോട്ടലിൽ കയറിയതാണോ. താളി പറഞ്ഞു, താളിക്ക് സാധനം താളി വന്നിട്ട് ഇതിനെന്തൊക്കെയുണ്ട്. റൈസ് ഉണ്ട്, പല പല ഐറ്റംസ് സാധനം. റൈസ് കുറവല്ലേ? ഇത് പള്ളറിയാണ്ടോ നമ്മള്. ഫുഡ് കഴിച്ചിങ്ങനെ ഇറങ്ങാണ്. നമ്മളെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇനി താജ്മഹലാണ്. താജ്മഹലാണല്ല, ആഗ്രയിൽ പോയാണ് സ്റ്റേ അടിക്കാൻ ഇവിടുത്തെ ടോൾ റേറ്റ് ഉണ്ട്. നിങ്ങള് പുതിയ റേറ്റ് ബൈക്കിന് 245 രൂപ ആഗ്രഹം വരെ. വല്ലാത്ത റേറ്റൊക്കെ വഹിക്കുമ്പോ 70 വരെ വൈലാവലോ. കാറിന് ഞാൻ റേറ്റ് 255 രൂപ. നമുക്കും ആ റേറ്റ് നഷ്ടപ്പെട്ടില്ല. കാറിന് 455, അല്ലേ? അങ്ങനെ 255, കാറ് ജീപ്പ് 455 അങ്ങനെയാണോ? എന്തോരം പഠിച്ചണേ അടുത്തൊരു
ഞങ്ങള് റൂമിൽ പോട്ടോ, റൂമിൽ പോകുമ്പോ വച്ച് വന്ന് ലാസ്റ്റ് പോലീസുകാർക്ക് മുട്ടി. വേറെ വച്ച് ഇറങ്ങണം ഇവിടെ പോവാറ്. എത്തി കാശ് എത്തി. പോലീസുകാർ കുറെ വട്ടം ചുറ്റിച്ചെങ്കിലും ലാസ്റ്റ് ഞങ്ങൾ റൂമൊക്കെ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു. ഇതാണ് ഞങ്ങളെ റൂം. റൂമല്ല, ഇത് സത്യം. ഇവിടെ നമ്മൾ നേരെ റൂമിൽ പോയിട്ടോ. ഇപ്പൊ തരും ചാർജ്. വേൾഡ് ടൈമൊക്കെ തന്നെ.